ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെന്നൈയിലെ തന്നെ പ്രശസ്തമായ ഒരു അമ്പലത്തിലേക്കാണ്. വളരെയധികം പുരാതന പ്രാധാന്യമുള്ളൊരു അമ്പലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വഴിയോര കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ അമ്പലം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതേതാണ് അമ്പലം എന്നുള്ളത്. അതെ, ഇതാണ് ചെന്നൈയിലെ ഫേമസ് കപാലീശ്വര ക്ഷേത്രം. ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെന്നൈയിലെ മൈലാപ്പൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കപാലീശ്വരം അമ്പലത്തിലാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനും പാർവതിയുമാണ്. ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് തൊട്ട് മാറി നിന്ന് നമ്മളൊരു മണ്ഡപത്തിന് താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ പ്രതിഷ്ഠയൊന്നും വീഡിയോസിൽ അലൗഡ് അല്ല. ഭയങ്കര ബഹളം വയ്ക്കുന്നുണ്ട്, ഓട്ടത്തിലാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഭയങ്കര ഓട്ടത്തിലാണ്. ഈ ക്ഷേത്രം നിർമ്മിച്ചത് 7-ാം നൂറ്റാണ്ടിലാണ്. ദ്രാവിഡ വാസ്തുവിദ്യയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ശിവനും പാർവതിയുടെയും രൂപമായ കർപ്പകബലിനെയാണ് ഈ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നത്. പുരാണങ്ങൾ അനുസരിച്ച് ശക്തി ഒരു മയിൽ രൂപത്തിൽ ശിവനെ ആരാധിച്ചു. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശത്ത് മയിലായി, അതായത് തമിഴിൽ മയിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഞാനല്ല, എത്ര ആച്ചു ഇതിന് വയസ്സ്? 1 month. കുഞ്ചു കുഞ്ചോ കടിക്കൂ. ഒരു മുളം കൊടുക്കും. ആ നമ്മുടെ വീട് മേടവാക്കത്തു നിന്നാണ്. മേടവാക്കത്തു നിന്ന് ഏകദേശം 21 കിലോമീറ്റർ ഉണ്ട് അമ്പലത്തിലേക്ക്. ചെന്നൈയിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം 9 കിലോമീറ്റർ ആണുള്ളത് കേട്ടോ. ഇപ്പോഴും സ്പെഷ്യൽ എൻട്രൻസ് 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യൂ നിന്ന് അകത്തോട്ട് കയറാം. അങ്ങനെയാണ് ഇവിടുത്തെ. ഇവിടെ ഫുൾ എയറോപ്ലെയിൻ ആണ് കേട്ടോ. അതേ 2 മിനിറ്റ് കൂടുമ്പോൾ എയറോപ്ലെയിൻ അങ്ങടും ഇങ്ങടും അറഞ്ചം പുറഞ്ചം പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്. നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞു. ഇനി പ്രസാദം വാങ്ങിക്കാൻ പോവാം കേട്ടോ. ഫ്രണ്ടിൽ പ്രസാദം കൊടുക്കുന്നുണ്ട്. നല്ല ക്യൂ ഉണ്ട്. കിട്ടിട്ടോ, എന്താണെന്ന് മനസ്സിലാവണില്ല. ചോറാണോ, അതായത് ചോറായിട്ടല്ല, പക്ഷെ ഉപ്മാവാണോ റവയാണോ എന്താന്നുള്ളത് മനസ്സിലാവണില്ല. പക്ഷെ നല്ല ഗീയുടെ ടേസ്റ്റ് ഉണ്ട്. How's it? Super?
ഇല്ല മധുരം. പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയത് ജന്നൽ കടയിലേക്കാണ്. അതായത് ഈ ജന്നൽ വഴിയാണ് ഫുഡ് തരുന്നത്. ഇവിടെ മെയിൻ അവൈലബിൾ ആയിട്ടുള്ളത് ബജ്ജികളാണ്. കുറേ വെറൈറ്റി ബജ്ജികളുണ്ട്. അതുകൂടാതെ മെയിൻ കോഴ്സ് ദോശയും ഇഡ്ഡലിയും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഒരു കൽദോശയും പൊട്ടറ്റോ ബജ്ജിയും പറഞ്ഞു. ഇനിയാണ് നമ്മുടെ ടേസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ ഫുഡ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 2 കയ്യിലും ഓരോ പ്ലേറ്റാണ്. പിന്നെ ഞാൻ എങ്ങനെ കഴിക്കുന്നത് ഞാൻ ഏട്ടനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതായത് അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇത് വരുന്നത്. അപ്പോൾ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസേ കിട്ടുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് കഴിക്കണം കേട്ടോ, ചെയറൊന്നുമില്ല. ടോയ്സ് വാങ്ങിച്ചാലേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരാളവിടെ നിൽക്കുന്നുണ്ട്. അതന്നെ ഇവൻ തന്നെ. അപ്പോൾ വേഗം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് എന്തോ ഡ്രംസിൻ്റെയും കൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം അങ്ങോട്ട് പോയി. പ്രദക്ഷിണമാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. ദൈവത്തിൻ്റെ വിഗ്രഹം തോളിൽ വെച്ച് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ കൂടാതെ വായിൽ ശൂലമൊക്കെ തറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഡെയിലി നടക്കുന്നതാണോ അതോ ഇന്ന് ഫ്രൈഡേ ആണ്? അപ്പോൾ ഫ്രൈഡേ ഉള്ള സ്പെഷ്യാലിറ്റി ആണോ എന്നുള്ളത് അറിയില്ല. അതും കണ്ടു കഴിഞ്ഞ് നേരെ പോയത് ഭാരതി മെസ്സിലേക്കാണ്. പൊറോട്ട മസാല ദോശ വേണ്ട, പൊറോട്ട മാത്രം മതിയോ? സോസോ പൊറോട്ടയ്ക്കോ? ഇതേ കറിയുണ്ട്, അത് കൂട്ടി കഴിക്കും. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ തൊട്ടുള്ള കോലംസ് എന്നുള്ള ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കയറുമ്പോൾ തന്നെ നല്ല ഫിൽറ്റർ കോഫിയുടെ മണം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഫിൽറ്റർ കോഫി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഭാരതി മെസ്സിൽ നിന്ന് കഴിച്ചില്ല. നോക്കുമ്പോൾ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. വുഡ് കൊണ്ട് ഉണ്ടാക്കിയ ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുട്ടിയോട് അന്വേഷിച്ചപ്പോൾ ഇതൊക്കെ അവൻ്റെ അച്ഛൻ ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത്. വുഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ ക്രാഫ്റ്റാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആൻഡ് ആ കുട്ടിയും നല്ല ബിഹേവിയർ ആയിരുന്നു കേട്ടോ. അവിടെ അവൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവനാണ് കോഫിയെല്ലാം നമുക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. ടോയ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ വാഗ്ദാനം ഞാൻ മറന്നുപോയെങ്കിലും കുഞ്ചു മറന്നിട്ടില്ല കേട്ടോ. വഴിയിൽ തന്നെ ഞങ്ങളെ പിടിച്ചു നിർത്തിയത് ഈ ടോയ് ഷോപ്പിൽ കയറിയിട്ട് എന്തൊക്കെയോ പുള്ളിയോട് പറഞ്ഞ് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ദർശനമൊക്കെ കഴിഞ്ഞിറങ്ങി, ഫുഡൊക്കെ കഴിച്ചു. നല്ല പോലെ തൊഴുകാൻ പറ്റിട്ടോ. ഞങ്ങളത് കാർ പാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് മുന്നിലാണ് നിൽക്കുന്നത്. ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് എവിടേക്കാണ് എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ. വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.